നമ്മളെങ്ങനെ സോപ്പിടുന്ന ഈ പെൺമക്കൾക്ക് അറിയാം അല്ലേ? അച്ഛൻ്റെ പെൺമക്കളുണ്ട് അവിടെ, അച്ഛൻ്റെ മക്കള്. മാഡത്തിനൊക്കെ എന്താ അവസ്ഥ? എക്സിക്യൂട്ടീവ് ആ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഈ കമ്പനി അനുഭവിക്കുന്നുണ്ട്. വെറുതെ പറയാട്ടോ. അപ്പോൾ രാത്രി കിടക്കണേന് മുന്നേ എല്ലാ വഴക്കും തീർത്തിട്ട് ദൈവം സഹായിച്ച് 4 കൊല്ലമായിട്ടും പകല് മുഴുവൻ വഴക്കാണ്. പകൽ മുഴുവൻ ഞങ്ങൾ വഴക്കാണ്. വെരി ഗുഡ്, കൈയടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഈ കിടക്കുന്നതിന് മുമ്പ് വഴക്ക് തീർക്കുന്നവരോട് എനിക്ക് താല്പര്യമുള്ളൂ. മാഡം വെരി ഗുഡ്, അതൊരു ഭയങ്കര പോയിന്റ് പറഞ്ഞേ. അതായത് അതൊരു ഫിലോസഫിയാണ്. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും കിടക്കുന്നതിന് മുമ്പ് ആ വഴക്ക് തീർത്ത് സ്വസ്ഥമായിട്ട് ഉറങ്ങി പുതിയൊരു പ്രഭാതത്തിലേക്ക് സുന്ദരമായിട്ട് എഴുന്നേൽക്കുക എന്നുള്ളത് അല്ലേ? മാത്രമല്ല ഒരു അടി കഴിഞ്ഞിട്ട് വഴക്ക് കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഇണങ്ങുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു രസമൊക്കെ ഉണ്ടാവും. പിന്നെ ഡെയിലി അനുഭവിക്കുന്നല്ലോ അവര് അടി കൂടാറുണ്ടോ? എന്തിനൊക്കെയാണ് അടി കൂടുന്നത്? പിന്നെ അത് വലുതാക്കും. അയ്യോ ഇത് കൊള്ളാലോ, ചെറിയ കാര്യങ്ങളായിരിക്കും. എന്നിട്ട് അവസാനം ആളുടെ അവസ്ഥ എന്താണ് ഇപ്പോ? കുഴപ്പമൊന്നുമില്ല. പലരും പറയും എങ്ങനെയും വീഡിയോ കട്ട് ചെയ്ത് നമ്മളെ ചാനലിൽ ഇട്. വിഷമങ്ങൾ അനുഭവിക്കുന്ന ആ പുരുഷന് വേണ്ടി ആളിങ്ങോട്ടാ വരാറ്, കോംപ്രമൈസ് ചെയ്യും. എന്നിട്ട് സോറി എന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ആള് തന്നെ സോറി പറയും. അതങ്ങനെ തന്നെയാ. നമ്മൾ ഈ പുരുഷന്മാർക്കുണ്ടല്ലോ, ഇവര് പറയണത് എന്താന്ന് മനസ്സിലാവില്ല. ഇവരെന്തൊക്കെ തെറ്റ് ചെയ്താലും നമ്മൾ തന്നെ സോറി പറയണം അല്ലെ? അങ്ങനെയല്ലേ അവസ്ഥ? നമ്മളൊക്കെ അവസ്ഥ എന്തൊക്കെ. ഞാൻ പിന്നെ ആണ് പറഞ്ഞു, കാരണം ഇത് എളുപ്പമല്ല. വീണ്ടും ഒരു കല്യാണം, ഡൈവേഴ്സ് നാടകം. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അമ്മയും ഭാര്യയും തമ്മിൽ അടിയാണെന്ന് വിചാരിക്കുക. മോൻ്റെ കാര്യം പറഞ്ഞിട്ട് അടിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർ തമ്മിൽ പിണക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഭർത്താവ് ചെയ്യണമെന്ന് വെച്ചാൽ 2 പേരുടെ അടുത്തും ടെററായിട്ട് നിൽക്കുക, ഫുൾ ടെറർ, 2 ആളെയും മിരട്ടുക. അപ്പം നമ്മളെ നന്നാക്കാൻ വേണ്ടി അവരൊന്നാവും. കേട്ടാ, ആളുകൾ ഉമ്മ തരണണ്ട. അങ്ങനെ അല്ലെങ്കിൽ തല തല്ലും. രാവിലെ അമ്മയുടെ കേൾക്കണം, അത് കഴിഞ്ഞിട്ട് ഭാര്യയുടെ കേൾക്കണം, ആരെ കൂടെ നിൽക്കും. അതൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. അടിയൊക്കെ ഉണ്ടാവൂലേ? ചില സമയത്ത് നമുക്ക് പ്രാന്താണ്. പ്രത്യേകിച്ചും ഈ മാസത്തിൽ 4 ദിവസം ഞാൻ കലണ്ടറിൽ വെട്ടിയിട്ടിട്ടുണ്ട്. ആ 4 ദിവസവും ഇത് വേറെ എന്തോ ഒരു ജീവിയാണ്. ഞാൻ പേപ്പറിൽ ഇരുന്ന് വായിക്കുമ്പോൾ എൻ്റെ മുമ്പ് കൂടെ വരും ഒരു ഗുണമില്ലാത്തൊരു മനുഷ്യൻ. പ്ലേറ്റൊക്കെ ഇങ്ങനെ വരുന്നു. ഭ്രാന്താണ്. മാടമ്പള്ളി ഒന്നല്ല, അത് എൻ്റെ വീടാണ്. മാടമ്പള്ളി ഉണ്ട് മാറുക. 4 ദിവസം ഭ്രാന്താണ്. പിന്നെ അവരെന്താണ് പറഞ്ഞത്, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യേണ്ടത്. നിനക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം, എനിക്കൊരു തേങ്ങയും വേണ്ട എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലുള്ള എന്തെങ്കിലും മീൻകറി കൊടുക്കണം എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെയാണ്.